ചങ്ങാതിമാർക്കല്ല ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കിടുക്ക ഐറ്റം കേട്ടോ. അതായത് 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണുന്ന ചൈനീസ് റോസ്റ്റ് ചിക്കൻ എന്നൊക്കെ പറയും. ഇത് കാണുമ്പോൾ ഞെട്ടും. അപ്പോൾ എല്ലാവരും നോക്കി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത്. ഇനി ഇതേ ഈ വക സാധനം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. നേരെ ചിക്കൻ ഡാൻസ് കളിച്ച് നേരെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു. ശേഷം ഉരുളി നല്ല സ്റ്റൈലായിട്ടങ്ങ് ചൂടാക്കുക കേട്ടോ. ചൂടായ ഉരുളിയിലേക്ക് ഇതുപോലെ എണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ല, നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശേഷം അതിലേക്ക് ഇങ്ങനെ നീളത്തിലരിഞ്ഞ സവോളയും ക്യാരറ്റും വെളുത്തുള്ളിയും ബേലീസും ഇഞ്ചിയും ലീക്സും സ്പ്രിംഗ് ഓണിയനും ബ്ലാക്ക് പെപ്പറും കുരുമുളകും ഒക്കെ ഇട്ടങ്ങ് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തു. കണ്ണടച്ചങ്ങ് റോസ്റ്റ് ചെയ്തു. ഇവനൊരു കളറാകുന്നവരെ ഇവനെ ഇട്ടിങ്ങനെ വരട്ടിയെടുക്കണം. അവനൊന്നൊരു ലെവലായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതുപോലെ ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക. കളറിന് വേണ്ടി ഒരു ടേസ്റ്റിന് വേണ്ടി ഡാർക്ക് സോയ ചേർത്തു. ഡാർക്ക് സോയ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ വേറൊരു ടേസ്റ്റായി മാറും. ഒരു ക്യാരമൽ ലെവലാവും. ഇതുപോലെ ഒന്ന് ലൈറ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് നിങ്ങൾ ഒരു ചിക്കനാണെങ്കിൽ ഒരു ചിക്കൻ വേവാനുള്ള വെള്ളം, 2 ചിക്കനാണെങ്കിൽ 2 ചിക്കൻ വേവാനുള്ള വെള്ളം, ആ രീതിയിലങ്ങ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇതുപോലെ കട്ടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇവനങ്ങ് നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക. തീ അങ്ങ് ഇച്ചിരി കൂട്ടി അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇവൻ തിളയ്ക്കുന്നവരെ അങ്ങ് വെയിറ്റ് ചെയ്യുക. തിളച്ചൊന്ന് കുറുകിക്കോട്ടെ, ലൈറ്റായിട്ടൊന്ന് കുറുകിക്കോട്ടെ ഈ സാധനം. കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടുക. കാരണം സോയാ സോസിലൊക്കെ ഇച്ചിരി ഉപ്പ് കാണും. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചങ്ങാതിമാർ ഉപ്പ് നോക്കിയിട്ടങ്ങ് ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ 2 ചിക്കൻ എടുത്തൊരു മറിക്കുക. എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന പോലെ അണ്ണന്മാരെ അതിലിട്ടങ്ങ് കുളിപ്പിക്കുക. ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചങ്ങ് കുളിപ്പിക്കുക. ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തോ. കട്ടയ്ക്ക് അങ്ങ് ഒഴിച്ചു, ഒന്നും നോക്കണ്ട. ഒരു പകുതി വേവുന്ന രീതിയിൽ ഇങ്ങനെ ചൂടാ ഗ്രേവി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ചിക്കനിലേക്ക് ഈ സോസ് മൊത്തത്തിൽ ഇങ്ങ് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ചിക്കൻ്റെ ടേസ്റ്റ് വേറെ ലെവലായി മാറി കിട്ടുകയും ചെയ്യും. ഇതുപോലെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടങ്ങ് അതിലിട്ടങ്ങ് വേവിച്ചെടുക്കുക. ചിക്കനെ ഒരു പകുതി വെന്തൊരു രൂപത്തിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് അടപ്പ് വെച്ച് ബാക്കി അങ്ങ് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെക്കാം. അപ്പോഴേക്ക് മൊത്തത്തിൽ ആ ചിക്കൻ്റെ ആകമൊക്കെ ഒന്ന് വെന്ത് ഒരു പരുവായി കിട്ടും. നിങ്ങൾക്ക് ഇതുപോലെ ഒരു രൂപമായി കിട്ടും. ആ സമയത്ത് ഇത് മാറ്റി ഇതിലേക്ക് ഇതുപോലെ തന്നെ ഗ്രേവി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ മസാല എല്ലാം കൂടെ ചിക്കനിൽ നല്ല കട്ടക്ക് പിടിച്ച് കിട്ടും. എന്നിട്ട് നേരെ നമുക്ക് അടുത്ത കടായി എടുക്കുക, ചൂടാക്കുക. ചൂടാക്കിയ ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ ആവശ്യത്തിന് എണ്ണ എന്ന് പറയുമ്പോൾ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. നമുക്കൊക്കെ അറിയാം, എണ്ണ എടുക്കുമ്പോഴേക്ക് നമ്മുടെ കയ്യിലൊരു തട്ട് വരും. അപ്പം വീട്ടിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോഴേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. അതിന് വേണ്ടി നിങ്ങൾ കഴിഞ്ഞ ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്താലും മതി. ഇപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ എടുത്തങ്ങ് മറിക്കുക. ഓയിലിലേക്ക് ഇട്ടൊരു കുളിപ്പിക്കുക. നല്ല രീതിയിലങ്ങ് കുളിപ്പിക്കുക. ചിക്കൻ അങ്ങ് നല്ല ഓയിലിട്ട് കുളിപ്പിച്ചൊരു പരുവാക്കി ഒരു നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഇതിൻ്റെ അകത്തൊരു ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ സ്കിന്നൊക്കെ നല്ല ക്രിസ്പായിട്ടങ്ങ് കിട്ടും. നല്ല സ്മെല്ലാണ് വരുന്നത്. എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തന്നെ കൊതി വന്നൊരു രക്ഷയില്ല. ഇവൻ ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് കേട്ടോ. ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുത്തിട്ട് നേരെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുക. ആ സ്കിന്നോടെ കൂടി ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കും. എനിക്ക് തന്നെ കൊതി വന്നിട്ട് ഒരു രക്ഷയില്ല ചങ്ങാതി. അടുത്ത ചിക്കനും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ടങ്ങ് കുളിപ്പിക്കുക. നല്ല രീതിയിലങ്ങ് കുളിപ്പിച്ചോ, തേച്ച് പിടിപ്പിച്ചങ്ങ് കുളിപ്പിച്ചോ. എണ്ണ ആവശ്യത്തിനങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇവനെ അങ്ങ് നല്ല ക്രിസ്പി ആക്കി എടുക്കണം. ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല കളറാക്കി എടുത്ത് നല്ല കാണാൻ തന്നെ നല്ല രസമുള്ളൊരു കളറല്ലേ. എന്നിട്ട് ഇവനെങ്ങനെ പൊരിച്ചെടുത്ത് ഇതുപോലെ പൊക്കിയെടുത്ത് മാറ്റി വെക്കാം. ശേഷം നമ്മൾ അടുത്ത ഉരുളി ചൂടാക്കുന്നു. ഉരുളി ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ എടുത്ത് ഒഴിക്കുന്നു. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. റോസ്റ്റ് ചെയ്യുക. വെളുത്തുള്ളി റോസ്റ്റ് ചെയ്ത ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇഞ്ചി ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് പേരിന് മതിയാകും, കുറച്ച് പച്ചമുളക് മതി. പച്ചമുളകും നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഒരു 3-4 റെഡ് ചില്ലിയും കൂടെ എടുത്തിടുക. അവനെയും റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്ക് ആവശ്യത്തിന് സവോള ചെറുതായി അരിഞ്ഞ് സവോളയും കൂടെ ഇട്ട് അങ്ങ് ഇതുപോലെ അങ്ങ് വരട്ടിക്കും. അവനൊരു വരണ്ട ഒരു കളർ രൂപം ഭാവമൊക്കെ ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചില്ലി പേസ്റ്റ് ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ചില്ലി പേസ്റ്റിൻ്റെ പച്ചപ്പും ആ ചുവയൊക്കെ മാറി നല്ല ലെവലിൽ കിട്ടും. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് മൊത്തത്തിൽ കലക്കി കൂട്ടുക. ഈ രൂപത്തിലും ഭാവത്തിലും ആയി കഴിയുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഡാസോയ ഒരു മറി പറിക്കുക. എന്നിട്ട് അവനെ ലൈറ്റ്
സോഫ്റ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കളർ ക്യാപ്സിക്കം യെല്ലോ, ഗ്രീൻ, റെഡ്, പിന്നെ കുറച്ച് സവോളയും കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഷേപ്പിലൊക്കെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് അവനെയും ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാലയിലിട്ട് മൊത്തത്തിലൊന്ന് റോസ്റ്റ് ചെയ്ത് കലക്കി ഒരു രൂപം ഭാവമൊക്കെ ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ചിക്കൻ കുക്ക് ചെയ്ത ആ സ്റ്റോക്ക് എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. ആവശ്യത്തിന് അത് നിങ്ങൾക്ക് എന്തോരം വേണോ അതിനനുസരിച്ച് നിങ്ങളങ്ങ് മറിച്ചു. ഇതുപോലെ അങ്ങ് മറിക്കുക. എന്നിട്ട് അതിലിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് തിളപ്പിക്കുക. നല്ല കണ്ണടച്ചങ്ങ് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ അങ്ങ് വാരി വിതറിക്കോ. ഒന്നും നോക്കണ്ട, കുരുമുളക് പൊടി അങ്ങ് വാരി വിതറി കഴിയുമ്പോഴേക്കും നല്ല സ്മെല്ലാണ്. മൊത്തത്തിൽ വരുന്ന സ്മെല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല. ആ സമയത്ത് സ്ലോ മോഷനിലങ്ങ് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുക. 2 ചിക്കന് സ്ലോ മോഷനിൽ ഇട്ട് കൊടുക്കുക. ആ ഗ്രേവി ഒന്ന് തിക്കായി കഴിഞ്ഞ സമയത്ത് വേണം ഇത് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ചിക്കൻ ഇട്ട് അധികം കുക്കാക്കുകയൊന്നും വേണ്ട കേട്ടോ. ശേഷം ഗ്രേവിക്ക് തിക്നെസ് കുറവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് ആ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കുക, ഒന്ന് ടൈറ്റാക്കി എടുക്കുക. എന്നിട്ട് അവൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ സ്നേഹത്തോടെ അങ്ങ് ഒഴിച്ചാൽ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല. ഇപ്പം നല്ല സ്മെല്ലാണ് വരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ആ സമയത്ത് ഇവൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടാക്കാം. ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മുടെ ചങ്ങാതിയോട് പറഞ്ഞു കിടക്കാച്ച് ഫ്രൈഡ് റൈസ് അങ്ങ് ഉണ്ടാക്കാൻ. അപ്പം തന്നെ ചങ്ങാതി എടുത്ത് മുട്ട എടുത്ത് ഇതിലിട്ട് ഒരു പൊരി പൊരിച്ച ശേഷം ഇച്ചിരി ചിക്കനും എടുത്ത് ചൈനീസ് വോക്കിലിട്ട് കറക്കും തിരിയിലൊക്കെ ഭയങ്കര സ്റ്റൈലും പ്രകടനം കേട്ടോ. അപ്പോൾ ചിക്കനൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ക്യാരറ്റും ബീൻസും ചെറുതായി എരിഞ്ഞത് അതിലിട്ടങ്ങ് ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. ചൈനീസ് വോക്കിലിട്ട പരിപാടികളില്ല, തീ പിടിപ്പിച്ചുള്ള പരിപാടി വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ലെവലായിക്കുമ്പോൾ അതിലേക്ക് മുട്ട എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ വെയിറ്റുള്ള നല്ല ക്രിസ്പി ആയിരിക്കണം, എന്നാലത് കഴിക്കുന്നതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതിലേക്ക് റൈസൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ അങ്ങ് ടോസ് ചെയ്യുക. നല്ല കറക്കി അങ്ങ് സ്റ്റൈലായിട്ട്. ഇതിലൊന്നും വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഞാനിപ്പോൾ നേരത്തെ അത് പറഞ്ഞേക്കാം. ഇത് വീട്ടിലാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്യുക, കലക്കുക. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പും നമ്മുടെ വൈറ്റ് പെപ്പർ പൗഡറും കൂടെ ഇട്ട ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ഇച്ചിരി പരിചയമുള്ള പിള്ളേരാണ്, അപ്പോൾ ഇതുപോലെ നല്ല കറക്കും. ലാസ്റ്റ് ആ സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ടത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടോസ് ചെയ്ത് കളിക്കും. അത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റൈസൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കിടക്കും. അവസാനം ചട്ടിക്കകത്ത് സാധനം ഉണ്ടാവില്ല, എന്നെ ഇടിക്കാൻ പറ്റുന്ന സമയത്ത്. ഇവനൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴും നമ്മുടെ ചങ്ങാതിക്ക് ഇതങ്ങ് കൊടുത്തെങ്കിൽ ടേസ്റ്റ് ചെയ്യാമെന്ന്. എല്ലാ പ്രാവശ്യം ഞാൻ തന്നെയല്ല ടേസ്റ്റ് ചെയ്യുന്നത്. അതിനാണ് ഞാൻ നോക്കുമ്പോൾ കുറേ കമൻറ്റ് അടിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ ഉണ്ടാക്കും, നിങ്ങൾ തന്നെ കഴിക്കുവാനുള്ള പരിപാടിയെന്ന്. അപ്പോൾ ഒന്നും നോക്കാമല്ല എൻ്റെ ചങ്ങാതി. നേരെ നമ്മുടെ ചങ്ങാതിക്ക് ഇങ്ങ് ഫ്രൈഡ് റൈസ് വിളമ്പി കൊടുത്തു. എന്നിട്ടൊരു ഫുൾ ചിക്കൻ അങ്ങ് വെച്ച് കൊടുത്തു. ചങ്ങാതി കിളി പോയതുകൊണ്ടോ, കൊതി വന്നിട്ടൊരു രക്ഷയില്ല ചങ്ങാതി. നേരെ അപ്പോൾ ചാടിക്കയറി ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കൊടുത്തപ്പോൾ ചാടിക്കയറി കാലയിലങ്ങ് പിടിച്ചു. കാല് കയ്യിലിരുന്നു. അത്ര സെറ്റായിട്ട് ഈ സാധനം ഇരിക്കുന്നുണ്ടോ. എന്നിട്ട് ചങ്ങാതി ഒരു പിടുത്തം അങ്ങ് പിടിച്ചു, ഒന്നും നോക്കില്ല, കണ്ണടച്ചങ്ങ് പിടിച്ചു. ആ സമയത്ത് നമുക്ക് ചങ്ങാതി അടുത്ത് ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന സംഭവം ഇതുപോലെ നൈസായിട്ടങ്ങ് ചോദിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്നൊരു പീസ് എടുത്ത് നമ്മുടെ പ്രേക്ഷകരായ ചങ്ങാതിമാർക്ക് വേണ്ടി സ്നേഹത്തോടെ ഞാനങ്ങ് തരുക. ഒന്നും നോക്കണ്ട, ചാടിക്കറി പിടിച്ചോ. അപ്പോൾ വീട്ടിലുണ്ടാക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും